നമ്മുടെ ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനീയരായ നമ്മുടെ മെമ്പർമാർ അവരുടെ, നമ്മുടെ അധ്യക്ഷൻ, ഈ വിദ്യാലയത്തിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, മറ്റെല്ലാവരും, എക്സിക്യൂട്ടീവ് അംഗം, ഓഫീസർ, മറ്റെല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചേഴ്സും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരത്തെയൊക്കെ നമ്മൾ ഈ പേരൻസ് മീറ്റിംഗ് കൊടുക്കുമ്പോൾ പേരൻസിൻ്റെ നല്ല നിർദ്ദേശങ്ങളാണ് നമുക്ക് ഈ സ്കൂളിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ നമ്മൾ ഈ സ്കൂളിൽ ഒന്നും ഇല്ലായ്മയെന്നാണ് തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പരാതികളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. മറ്റേ സ്കൂളിലെ ഫ്ലോറ് മോശമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, പറ്റുന്നതിനൊന്നുമില്ല, പിന്നെ അതുകൂടാതെ പെയിൻറ്റ് ചെയ്തിട്ടില്ല, ഫർണിച്ചർ മോശം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാത്റൂം വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഒരു പഴയ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടർ ഇപ്പം ചില കുട്ടികളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു ആശയം നമുക്ക് ഈ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിക്കണമെന്ന് നിർദ്ദേശിച്ചായിരുന്നു. അതെ, നമുക്കിവിടെ കുട്ടികൾ കുറവായെങ്കിലും എല്ലാ അധ്യാപകർക്കും ടീച്ചേഴ്സിനും നമുക്ക് സാലറി കൊടുക്കാനായിട്ട് കുറവാണ്. അങ്ങനെ ഞാൻ ആ സെലക്ഷൻസിനൊക്കെ പറഞ്ഞു, സെലക്ഷൻസിന് സാലറി കൊടുക്കാൻ ഫുൾ സാലറി തരാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു വർഷത്തേക്ക് ഒരു എമൗണ്ടായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നാൽ സെലക്ഷൻസ് ഇതൊക്കെ തിരിച്ചു പറഞ്ഞത് എന്നാൽ എനിക്ക് ആ പൈസ ഇതൊക്കെ തിരിച്ചു തരണം, ആ പൈസയ്ക്ക് ഞങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ വാങ്ങിച്ചിരിക്കുന്നത് സെലക്ഷൻസിൻ്റെ വകയായിട്ടാണ്. അതുകൊണ്ട് സ്കൂളിൻ്റെ പേര് മാനേജ്മെൻറ്റ് പേര് അഭിനന്ദിക്കുകയാണ്. ഇവിടെ കുട്ടികൾ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവരും ആശംസകളും നിർത്തുന്നു. അടുത്തായിട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ചന്ദ്രൻ അവർ സ്വാഗതം ആശംസിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ബാലചന്ദ്രൻ അവർ, ഈ വാർഡിലെ മെമ്പർ ശ്രീ പ്രദീപ്, ശ്രീ റോസാനന്ദ്, ശ്രീ സൗഗന്ധികി, ഇവിടുത്തെ പ്രധാന അധ്യാപിക ശ്രീലക്ഷ്മി, ശശിധരൻ സാറ്, ഏറെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭാവിയുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്കെല്ലാവരും ആശംസകൾ നേരുന്നു. നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഈ സ്കൂളിൻ്റെ പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരികയും അന്ന് സൗഗന്ധ്യത്തിൻ്റെ ശ്രീമാൻ സൗഗന്ധ്യ സംഭാവന ചെയ്ത ഒരു പ്രൊജക്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് പങ്കെടുക്കാൻ സാധിച്ചു. വീണ്ടും നമ്മളുടെ തന്നെ ഒരു പ്രധാന അധ്യാപികയുടെ ഒരു വർഷത്തെ വേതനം, അത് എന്ത് തന്നെ ആയാലും ആ മകൻ വ്യക്തിയുടെ ആ സംഭാവന തിരിച്ച് ഈ സ്കൂളിൻ്റെ ഒരു കമ്പ്യൂട്ടർ വാങ്ങി നൽകുക എന്നുള്ള ആ മനസ്സാക്ഷിയുടെ നമ്മൾ നമിക്കുകയാണ്.
നമ്മൾക്കെല്ലാം അഭിമാനത്തോടുകൂടി നാളെയും ശ്രീലക്ഷ്മിയുടെ പ്രവർത്തനം ആയിരിക്കട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിക്കുക. ദീർഘമായ ഒരു സംഭാഷണത്തിനൊന്നുമില്ല, മറ്റ് വിവിധ പരിപാടികളോ മറ്റൊന്നുമില്ല. എങ്കിൽ തന്നെയും ഇതൊരു നമ്മുടെ സ്കൂളിൻ്റെ ഒരു നല്ല നാഴികക്കല്ലാണ്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വളർന്നു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ SNDPയുടെ കീഴിലുള്ള ഈ സ്കൂൾ. ഒരുപാട് വൈരുദ്ധ്യങ്ങളും വൈതരണികളും എല്ലാം നടന്നു. നല്ല രീതിയിലൊക്കെ പല കമ്മിറ്റികളെയും കൊണ്ടുപോയി ഒരു സമയത്ത് ഒന്നും ഒക്കാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ചന്ദ്രനും പ്രിയപ്പെട്ട ബാലേന്ദ്രനും ഇതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നത്. ചന്ദ്രന്റെയും ബാലേന്ദ്രന്റെയൊക്കെ നിരന്തരമായുള്ള ഇടപെടലുകൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിശിഷ്യ ചന്ദ്രന്റെ മകന്റെ സാന്നിധ്യം ഒരു സംഭാവനയില്ലാതാണെന്ന എൻ്റെ അറിവ്. അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അത് തന്നെ നമുക്ക് അഭിമാനം. നമ്മുടെ ഈ ശാഖയുടെ അതിർത്തിയിൽ നിന്ന് നമുക്ക് ഒരു കുറെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചോളൂ. നമുക്കൊരു 50 വിദ്യാർത്ഥികൾ പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടികൾ വന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ രക്ഷാകർത്താക്കളെല്ലാം രാവിലെ 7 മണിക്ക് തന്നെ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചുണർത്തി 7 മണി മുതൽ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ അവസ്ഥ തിരിച്ച് 5:30, 6 മണിക്കാണ് ആ കുഞ്ഞുങ്ങൾ വീണ്ടും വീട്ടിലെത്തിച്ചേരുന്നത്. ആ 8-10 മണിക്കൂർ സ്കൂളിലും ബസ്സിലും ഒക്കെ ആയിട്ട് ഇരുന്ന് ഉറങ്ങിയും നടന്നും കിടന്നുമൊക്കെയാണ് വീട്ടിൽ വന്നെത്തുന്നത്. അതിന്റെ ആ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം സൽക്കരണം ചെയ്തവരാണ്. കാരണം നമുക്ക് 10 മണിക്കൂടെ കൊണ്ടാക്കിയാൽ മതി, തിരിച്ച് 3:30 വിളിച്ചോണ്ട് പോവാം. വലിയ ദൂരമൊന്നുമില്ല, അടുത്തുള്ള ഒരു വിദ്യാലയമാണ്. അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇവിടുത്തെ ഫീസും കാര്യങ്ങളും എല്ലാം വളരെ ലഘുവാണ്. പക്ഷെ ഈ ഫീസ് പിരിച്ച് നമുക്ക് ഇവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുവാൻ സാധിക്കില്ല. അധ്യാപകരുടെ ആ നല്ല വിധത്തിലുള്ള മനോഭാവമാണ് ഈ സ്കൂൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പൊ ഏറ്റവും പ്രഥമ ഉദാഹരണം ശ്രീലക്ഷ്മിയുടെ ഈ സംഭാവനയോട് റാബുൾ. ഒരു വർഷം നിങ്ങളുടെ മുന്നിൽ ഒരു ആനുകൂല്യം മേടിക്കാതെ അന്തസ്സായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു എന്ന അഭിമാനത്തോടുകൂടി നിൽക്കാൻ ആ വ്യക്തിക്ക് കഴിയും. അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശാഖാ പ്രസിഡന്റ് ചന്ദ്രനും, നമ്മുടെ ശാഖാ സെക്രട്ടറി ബാലേന്ദ്ര സാറ്, ഞങ്ങളുടെ സഹപ്രവർത്തനായ പുത്തമ്പൽ ഭവന്, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനും എക്സിക്യൂട്ടീവ് അംഗമായ അവസാനത്തെ ശശി സാറ്, പിന്നെ ഇവിടെ പ്രിയപ്പെട്ട അധ്യാപിക ശ്രീലക്ഷ്മി. നമ്മുടെ സ്കൂള് ഇവിടെ ആരംഭിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. പോരായ്മകളൊക്കെ നികന്ന് നല്ല രീതിയിലൊരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സ്കൂള്, കൊച്ചു സ്കൂള് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ചുറ്റുപാടായി ബാത്റൂം സ്ഥലം കുറവുള്ളതെല്ലാമായി. പിന്നെ ഇതിനിടയ്ക്ക് ഒരു പഴയ കമ്പ്യൂട്ടറായിരുന്നു. ഇടയ്ക്ക് ആ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തെ നെറ്റ് കണക്ഷൻ ഞാനാണ് പേ ചെയ്തത്. പിന്നെ ഇത്രയും നാളുകളായിട്ട് നമ്മുടെ അധ്യാപിക തുച്ഛമായ ശമ്പളമായിരുന്നു. ആ ശമ്പളം ഒരുമിച്ച് കൊടുത്തപ്പോൾ അത് വേണ്ടതെന്ന് അത് വാങ്ങിച്ചിട്ട് സ്കൂളിന് വേണ്ടി നല്ലൊരു കമ്പ്യൂട്ടർ ഇപ്പോൾ വാങ്ങണമെന്ന് പറഞ്ഞത് 50 എത്രയുണ്ടോ നല്ലൊരു കമ്പ്യൂട്ടർ 50 വേണ്ടി കഴിയോ? 2 രൂപ സ്കൂളിന് വേണ്ടി കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂട്ടുകാരുടെ ഭാര്യയും കൂടെ ആയ നമ്മുടെ അടുത്തകാരിയായ ശ്രീലക്ഷ്മിക്ക് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ്. പിന്നെ സ്കൂളിനും ഇവിടെയുള്ള നമ്മുടെ അധ്യാപകരും എല്ലാവരും ഉണ്ട്. എല്ലാവരും എൻ്റെ രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരും എൻ്റെ ആശംസകൾ. യോഗത്തിൻ്റെ പ്രസിഡന്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ മാനേജറുമായ ചന്ദ്രൻ അവർ, ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ ബാലേന്ദ്രൻ അവർ, ബഹുമാന്യനായ നമ്മുടെ ചവറ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും പുത്തൻകോൽ വാർഡ് മെമ്പറുമായ ശ്രീ ബാബുണ്ണൻ,
ശ്രീ സൗഗന്ധ് ഉൾപ്പെടെയുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ സ്കൂളിൻ്റെ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷാകർത്തൃ സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികളെ, സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, നമ്മുടെ രമ്യ ഉൾപ്പെടെയുള്ള ഈ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടെ ബാബുണ്ണനും അതോടൊപ്പം തന്നെ പ്രദീപും, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ചന്ദ്രനും ഒക്കെ ഈ സ്കൂളിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 2005 വളരെ പരിമിതമായ സാഹചര്യങ്ങളോടുകൂടി ആരംഭിച്ച ഒരു വിദ്യാലയം നമ്മുടെ ശാഖാമന്ദിരവും അതുപോലെ തന്നെ ഗുരുമന്ദിരവും ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യനായ സംഗീത യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഈ പ്രദേശത്തെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടിയൊരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് നമ്മളന്ന് വളരെ പിന്നോക്കാവസ്ഥയിലുള്ള, വിദ്യാഭ്യാസപരമായൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഈ പ്രദേശത്ത് ഈ സ്കൂൾ എന്നൊരു ആശയവുമായി നമ്മൾ മുന്നോട്ട് പോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിലൊക്കെ ഏതാണ്ട് ഒരു വിദ്യാർത്ഥി, ഒരു അധ്യാപികയും, ഉഷാ മിസ് മാത്രം ഒരു അധ്യാപികയായി തുടങ്ങിയ ഈ സ്കൂള് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിരുന്നു. ബാബുണ്ണനൊക്കെ യൂണിയൻ കമ്മിറ്റി അംഗമായിട്ടൊക്കെ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് കോവിഡും അതുപോലെയുള്ള അനുബന്ധ പ്രശ്നങ്ങളുമൊക്കെ കാരണം 60ഉം 70ഉം ഒക്കെ കുട്ടികളുണ്ടായിരുന്ന ഈ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ കൊഴിഞ്ഞ് പൊതുവിദ്യാലയങ്ങളിലേക്കൊക്കെ പോവുകയും നമ്മുടെ സ്കൂള് വളരെ ശുഷ്കമായ ഒരു സ്ട്രെങ്തുമായി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഇവിടെ അതിനുശേഷമാണ് ശ്രീലക്ഷ്മി, ആദ്യം തന്നെ ശ്രീലക്ഷ്മി ഇവിടെ ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. പിന്നീട് ഇവിടുത്തെ പ്രഥമ അധ്യാപക ഇവിടുന്ന് പോയപ്പോൾ ശ്രീമതി ശ്രീലക്ഷ്മിയെ ഞങ്ങളൊക്കെ സമീപിക്കുകയും ഈ സ്കൂളിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങളോടൊപ്പം വരണം, ഇവിടുത്തെ പ്രിൻസിപ്പാളായി ചാർജ് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇത് അന്ന് വളരെ പരിമിതമായ സൗകര്യങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു സമയത്തും നമ്മുടെ ഈ സ്കൂളിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രീലക്ഷ്മി വരികയും തുടക്കം മുതൽ തന്നെ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അത് സാമ്പത്തികമായി നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുമ്പോൾ അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശ് ഇറക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ചന്ദ്രനെ പോലെ തന്നെ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പാളാണ് ശ്രീമതി ശ്രീലക്ഷ്മി. ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ഇവിടെ വെള്ളത്തിൻ്റെതായ നമ്മുടെ ജലവിതരണ സംവിധാനം, ആ പ്ലംബിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ നിരന്തരമായി ഹെൽത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വരികയും പല നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്തപ്പോൾ അത് പൂർത്തീകരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അതിനും ശ്രീലക്ഷ്മി നമ്മളോടൊപ്പം നിന്ന് പൈസ അഡ്വാൻസ് ചെയ്തു അത് പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടം, ഒരവസരം ഞാൻ ഓർക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ, നേരത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അത് കേടായ കാര്യമൊക്കെ ഇവിടെ വിശദീകരിച്ചു. ഒരു കമ്പ്യൂട്ടറിൻ്റെ സംബന്ധിച്ച് ആവശ്യം വന്നപ്പോൾ ശ്രീലക്ഷ്മിക്ക് കിട്ടുന്ന വേതനം സൗവർണം പറഞ്ഞതുപോലെ അത് എത്ര തന്നെ ആയാലും അത് മുഴുവൻ 5 നയാ പൈസ പോലും കൈപ്പറ്റാതെ നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടി മുടക്കുവാൻ വലിയ മനസ്സ് കാണിച്ച ശ്രീലക്ഷ്മിയെ അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃത്യമായ ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. ബാലേന്ദ്ര സാറ്, എക്സിക്യൂട്ടീവ് പ്രോത്സാഹനം, നമ്മുടെ മെമ്പർമാരായ ശ്രീ ബാബുണ്ണൻ, പ്രദീപണ്ണൻ, അതോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരെ, രക്ഷാകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയവർ പറഞ്ഞ ഇത്രയും ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് ഇപ്പം ഈ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള നല്ല പ്രവർത്തനത്തിന് എനിക്കും അതിനകത്തൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഗുരുദേവന്റെ അനുഗ്രഹമായിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു 5-6 വർഷമായി ഇതിനൊപ്പം സഹകരിക്കാൻ എനിക്ക് പറ്റി. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ കുട്ടികളുടെ കാര്യങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലുമായി
എന്നെ കൊണ്ടാവുന്ന രീതിയിൽ വളരെ കുറച്ച് തുച്ഛമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ഇവിടുത്തെ മാനേജ്മെന്റും ബാക്കിയുള്ള മാനേജ്മെന്റ് ചെയ്ത ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പൊ അവർ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് അതിനൊരു സാഹചര്യം ഗുരുദേവൻ തന്നെയായിരിക്കും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ഒപ്പം ഉള്ള സഹപ്രവർത്തകർക്കെല്ലാം തന്നെ അങ്ങനെ ഒരു മനസ്സുണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പം പൈസ നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് അവരിവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് വേതനം നോക്കിയൊന്നുമല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഇത് തുടങ്ങിയ വർഷം തൊട്ട് ഉഷാ മിസ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ മിസ് ഒരു പൈസ എന്നതിലുപരി അത് മിസ്സിന്റെ മനസ്സും ശരീരവും എല്ലാം ഇതിനു വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഞാൻ ചെയ്ത കാര്യം അവര് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അത് കണക്ക് തന്നെ സാറായാലും ഇത്ര ദൂരത്തുനിന്ന് ഇവിടത്തേക്ക് വേണ്ടി വരുന്നു. അതൊരു സാലറി നോക്കി വരുന്നതല്ല. സാലറി നോക്കി പോവുകയാണെങ്കിൽ സാറിന് മറ്റെവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ പറയുന്ന ബാക്കിയുള്ള സൗഗത് സാറിനായാലും സാറിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മളോടൊപ്പം വർക്ക് ചെയ്യുന്നു. അതേക്കാണ് ഞങ്ങളുടെ ബാക്കിയുള്ള നിഷാ മിസ് ആയാലും ആന്റി. അതായത് ഇവിടത്തെ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ഞാൻ ചെയ്ത 2-3 കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഉപരിയായിരിക്കും ഇവര് ഓരോ ദിവസവും കുട്ടികൾക്ക് വേണ്ടി ആയാലും ഇതിന്റെ നേട്ടത്തിന് വേണ്ടി ആയാലും പ്രവർത്തിക്കുന്നത്. അതേ കണക്ക് നിങ്ങളുടെ പ്രവർത്തനം അതന്നെ. ഞങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ വിശ്വസിച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ മക്കളുടെ ഈ മക്കളെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് എനിക്കിവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്നവർ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ പറയുന്നതും അതിന്റെ ഏറ്റവും നിങ്ങൾ കാരണമാണ്. ഈ രക്ഷകർത്താക്കൾക്കും അതിനുള്ള എല്ലാ അർഹതയുണ്ട്. ഞാൻ എന്റെ പേര് എന്ന് പറഞ്ഞ് ഈ കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുന്നില്ല. നമ്മളുടെ എല്ലാവരുടെയും കൂടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ചൊരു എന്നതാണ് ഒരു കമ്പ്യൂട്ടർ കൂടി നമ്മുടെ സ്ഥാപനത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അല്ല, നമ്മുടെ കുട്ടികൾക്കും പേരൻസിനും എന്റെ സഹപ്രവർത്തകർക്കും ബഹുമാന്യ പ്രിൻസിപ്പലിനും എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും നിങ്ങൾക്ക് സന്തോഷമായോ? നമ്മളെ കമ്പ്യൂട്ടറിന്റെ തിയറി പഠിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്നും കിട്ടുന്നില്ല. സാധാരണ പഠിക്കുന്ന നമ്മളെ ഓരോന്നിന്റെ പേരുകൾ പറയുന്നു, പക്ഷെ അത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിനകത്ത് തന്നെ ഓരോന്ന് തൊട്ട് മനസ്സിലാക്കി ചെയ്തു വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അതുകൊണ്ട് സാഹചര്യം ഉണ്ടാക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പലിന് വളരെ വലിയ കൈകൾ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സംസാരിക്കുന്നില്ല. ഉദ്ഘാടനമാണ്